സീറ്റുമില്ല, ഒരു കോപ്പുമില്ല. കണ്ണൂരിൽ തല തല്ലി പെട്രോൾ പമ്പ് ദിവ്യ. ചിന്തയും ആരെയും കഥ കടച്ചിട്ട് കരച്ചിലാണ്. സഖാത്തികളെ എല്ലാം വെട്ടി പുറത്തിട്ടിരിക്കുകയാണ് പാർട്ടി. നാവാട്ടം കൂടുതലായതുകൊണ്ട് മൂലക്കിരിക്കേണ്ടി വന്ന കമ്മിണികൾക്ക് നല്ല നമസ്കാരം. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടിമേടിച്ചു കൂട്ടുന്നത് ഇപ്പോൾ കമ്മിണികളാണ്. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. നേമത്ത് സീറ്റിന് വാ പൊളിച്ച ആര്യ, കണ്ണൂരിൽ സീറ്റ് പ്രതീക്ഷിച്ച കൊലകൊല്ലി ദിവ്യ, കൊല്ലത്ത് മനക്കോട്ട കെട്ടിയ ചിന്ത, അങ്ങനെ പടക്കക്കട ഗുദാഹവ എന്ന് ട്രോളോട് ട്രോള്. യുവനിരയെ പരീക്ഷിച്ചും സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തും നവോത്ഥാനം തള്ളുന്ന CPM ഇക്കുറി യുവനിരയെ തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഇതിൽ ഒരെണ്ണത്തിനെ മലയാളിക്ക് കണ്ടുകൂടാ. നാവാട്ടം കൊണ്ടും പട്ടിഷോ കാണിച്ചും ലേഡി പിണറായി കളിച്ചും പുളച്ചപ്പോൾ ജനങ്ങൾ ദേ ഇതുപോലെ പണി തരുമെന്ന് ഓർത്തു കാണില്ല അല്ലേ? പാർട്ടി ഉണ്ടെങ്കിൽ എല്ലാമായെന്ന അഹന്തയ്ക്ക് കിട്ടിയ അടിയാണിത്. കിട്ടിയത് ഇരിപ്പതാണ്. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും സഖാത്തികൾക്ക് തല പൊക്കാൻ കഴിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മോഹിച്ചിരുന്നു പെട്രോൾ പമ്പ് ദിവ്യ. കണ്ണൂരിലെ മുതിർന്ന നേതാക്കളുടെ പ്രിയങ്കരിയായിരുന്നല്ലോ ദിവ്യ. PK ശ്രീമതിയുടെയും ശ്യാമളയുടെയും ഒക്കെ ശിങ്കിടി. നവീൻ ബാബു വിഷയം ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായും ഒരു സീറ്റ് കിട്ടിയേനെ. പക്ഷേ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മൂലക്കിരുന്ന് മോങ്ങാനാണ് വിധി. ഒരു സീറ്റ് ഒപ്പിക്കുന്നതിന് വേണ്ടിയും ജനപ്രിയ പരിവേഷം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണല്ലോ കൈക്കൂലി വാങ്ങിയെന്നും പറഞ്ഞ് നവീൻ ബാബുവിൻ്റെ നെഞ്ചത്തോട്ട് പോയി കയറിയത്. വീഡിയോ എടുത്ത് വൈറലാക്കി ഷോ കാണിക്കാൻ കളിച്ച കളി സ്വന്തം മൂട്ടിലാണ് പൊട്ടിയത്. ഇപ്പോൾ ദിവ്യയുടെ തലവെട്ടം പുറത്ത് കണ്ടാൽ ജനം പുളിച്ച തെറി വിളിക്കും. അതാണ് അവസ്ഥ. പ്രതിഷേധം കനത്തപ്പോൾ ദിവ്യക്കെതിരെ പാർട്ടിക്ക് നടപടി എടുക്കേണ്ടിയും വന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയും പോയി പാർട്ടി തരം താഴ്ത്തി ഒടിച്ചുകുത്തി വേലിയിൽ വെച്ചു. എന്നിട്ടെങ്ങാണ്ട് അഹങ്കാരം തീർന്നു. സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്തായിരുന്നു ഷോ? വെല്ലുവിളി, ബഹളം, ഭീഷണി, പുച്ഛിക്കൽ, പരിഹസിക്കൽ. ജനങ്ങൾ വിടുമോ? അവർ വീണ്ടും വലിച്ചു കീറി. കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടിക പരിഗണിച്ചപ്പോൾ അതിൻ്റെ 7 അയലത്ത് പോലും PP ദിവ്യയെ അടുപ്പിച്ചില്ല, പരിഗണിച്ചില്ല. ദിവ്യയുടെ ശിങ്കിടികൾ പേരുയർത്തി കാണിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുതിർന്ന നേതാക്കൾ പൂരപ്പാട്ട് പാടി ഓടിച്ചു. ഇനി ഏത് കാലത്ത് പെട്രോൾ പമ്പ് ദിവ്യയ്ക്ക് മത്സരിക്കാൻ പറ്റുമോ എന്തോ? എല്ലാം അങ്ങ് ഒതുങ്ങി പതിയെ പതിയെ തല പൊക്കാം, വീണ്ടും മത്സരത്തിൽ അതായത് തെരഞ്ഞെടുപ്പിലൊക്കെ ഒന്ന് തല കാണിക്കാം എന്നൊക്കെയുള്ള വലിയ മനക്കോട്ട കെട്ടി കാത്തിരിക്കുകയായിരുന്നു ദിവ്യ. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെ പാടെ മാറ്റി നിർത്തി. പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത തലയാണ് ദിവ്യയുടേതെന്ന് നേതാക്കൾക്ക് തന്നെ പറയേണ്ടി വന്നു. എന്തിന്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും കൊണ്ട് കാണിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ദിവ്യയുടെ അവസ്ഥ. ഒരു കോർപ്പറേഷൻ തന്നെ കൊണ്ട് കളഞ്ഞ ആര്യ രാജേന്ദ്രനോടുള്ള കലി തീരാതെ നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ മുതിർന്ന നേതാക്കൾ. ആര്യയെ നേമത്ത് നിർത്തുമെന്നൊക്കെ വലിയ ചർച്ചകളൊക്കെ മുൻപ് നടന്നിരുന്നല്ലോ. പക്ഷേ കയ്യിലിരിപ്പിന് ഇപ്പോൾ പാർട്ടി ആപ്പീസിൽ പോലും കയറാൻ പറ്റാത്ത ഗതികേടാണ്. യദുവുമായി കൊമ്പുകോർത്ത് അനാവശ്യ വിവാദമുണ്ടാക്കി ജനങ്ങളുടെ വെറുപ്പ് മേടിച്ചുകൂട്ടി. കോർപ്പറേഷനിലെ അഴിമതികൾ, പിൻവാതിൽ നിയമനം, കയ്യിട്ട് വാരൽ, മുക്കൽ, നക്കൽ. ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നവോത്ഥാനം സ്ത്രീപക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഹീറോയിസം കാണിച്ച CPM-നെ തിരുവനന്തപുരത്ത് സീറോയാക്കി പ്രായം കുറഞ്ഞ മേയർ. ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരി എന്ന പേരാണ് ഒടുക്കം കിട്ടിയത്. മേയർ കസേര കിട്ടിയതോടെ താഴത്ത് നിലത്തുമായിരുന്നില്ലല്ലോ ഒരു വലിയ പദവി. അതിൻ്റെ വില പോലും മനസ്സിലാക്കാതെ ഷോ കാണിക്കലും അഹങ്കാരവും കൈമുതലാക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ. സ്വന്തം പാർട്ടിക്കാരെ പോലും അടുപ്പിക്കാതെ, താഴെ തട്ടിലുള്ള പ്രവർത്തകരെ അടുപ്പിക്കാതെ മുതിർന്ന നേതാക്കളെയും തിരുവനന്തപുരത്തെ കോർപ്പറേറ്റുകളെയും മണിയടിക്കലായിരുന്നു മെയിൻ തൊഴിൽ. പൊങ്കാലക്കള്ളി, അഴിമതിക്കാരി, കുണുവാവ, ലേഡി പിണറായി പരിഹാസങ്ങൾ ആര്യയ്ക്ക് ജനം ചാർത്തിക്കൊടുത്തു. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ, മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധം. ആ ബന്ധം തന്നെ തുണയ്ക്കുമെന്നും നേമത്ത് സീറ്റൊപ്പിക്കാൻ ഉപകരിക്കുമെന്നും മനക്കോട്ട കെട്ടി. പക്ഷേ ദേ കിടക്കുന്നു നടുവും തല്ലി താഴോട്ട്. ആര്യയെ നിർത്താൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ തോൽപ്പിച്ച് മൂലക്കിരുത്തുമെന്ന് തിരുവനന്തപുരത്തെ സഖാക്കൾ തന്നെ പച്ചയ്ക്ക് പറഞ്ഞു. അങ്ങനെ ആര്യ ഔട്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തന മണ്ഡലം ഭർത്താവിൻ്റെ നാട്ടിലേക്ക് മാറ്റാൻ ആര്യ തയ്യാറെടുത്തു. ഇങ്ങോട്ട് കെട്ടിയെടുക്കല്ലേ എന്ന് ബാലുശ്ശേരിക്കാർ തുറന്നടിച്ചു. കോഴിക്കോടിനും വേണ്ട. കിട്ടിയ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ, ജനങ്ങളെ ചേർത്ത് നിർത്താതെ ധാർഷ്ട്യം കാണിച്ചതിനുള്ള അടിയാണ് ആര്യ മേടിച്ചു കൂട്ടിയത്. ജനങ്ങൾ അത്രത്തോളം വെറുത്തു ആര്യ രാജേന്ദ്രൻ എന്ന പാർട്ടിക്കാരിയെ. സ്വന്തം പാർട്ടിക്കാർക്ക് കണ്ടുകൂടാ, പിന്നെയല്ലേ ജനങ്ങൾക്ക്.
ഒന്ന് ഓർത്തു നോക്കണം, തിരുവനന്തപുരം 4 പതിറ്റാണ്ട് CPMന്റെ കയ്യിലിരുന്നതാണ്. അതാണ് പുഷ്പം പോലെ BJP പിടിച്ചെടുത്തുകൊണ്ട് പോയത്. ഒറ്റ കാരണമേ ഉള്ളൂ, ആര്യ രാജേന്ദ്രൻ. കോർപ്പറേഷനിലെ ജനങ്ങൾ അത്രത്തോളം വെറുത്ത വേറൊരു നേതാവ് കാണത്തില്ല. ആര്യയുടെ പ്രവർത്തനത്തിനുള്ള ഗപ്പാണ് തിരുവനന്തപുരത്തുകാർ കൊടുത്തത്. അത്രയും വലിയ ഗപ്പ് മേടിച്ചുകൊണ്ട് വന്നതിനാണ് AKG സെൻട്രലിൽ നിന്ന് വലിച്ചു പുറത്തേക്കിട്ടത്. ആര്യ രാജേന്ദ്രനെ ഒന്നും ഇപ്പോൾ എവിടെയും കാണാനില്ലല്ലോ. മേയർ കസേരയിൽ ഇരുന്നപ്പോൾ ആര്യയുടെ തല, ആര്യയുടെ ഫുൾ ഫിഗർ, PR ടീമിനെ ഇറക്കി എന്തെല്ലാം ഷോ കാണിക്കലായിരുന്നു. പക്ഷെ ഇപ്പോൾ വെടിയും പുകയോ ഒന്നുമില്ല. ചിന്താ ജെറോം പിന്നെ വർഷങ്ങളായി കൊല്ലത്ത് സീറ്റ് മോഹിക്കുന്ന ആളാണ്. MA ബേബിയാണ് ചിന്തയുടെ ഗോഡ് ഫാദർ. ഈ പറയുന്ന ബേബിക്ക് പോലും പാർട്ടിയിൽ ഇന്ന് വലിയ റോളൊന്നുമില്ല. പിണറായി വെട്ടി ഒതുക്കി ചിതറിച്ചു വെച്ചിരിക്കുകയാണ്. ചിന്താ ജെറോം എവിടെ പരിപാടി അവതരിപ്പിച്ചോ അവിടെ എല്ലാം തോൽവിയാണ്. പാർട്ടിക്ക് നേരെ ജനം വിമർശനം ചൊരിഞ്ഞാൽ ഞങ്ങളെ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് എന്നുള്ള ഡയലോഗടിയാണ്. അതായത് കൊടുത്തിട്ട് അത് വിളിച്ചു കൂവി നടക്കൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ MM മണി പറഞ്ഞില്ലേ, ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങി നക്കിയിട്ട് ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന്. അതേ ഐറ്റമാണ് ചിന്തയും. പറച്ചിൽ കേട്ടാൽ തോന്നി ഇവരുടെ കുടുംബത്തു നിന്നെടുത്താണ് ഇതൊക്കെ കൊടുത്തതെന്ന്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഡോക്ടറേറ്റിൽ വിവാദം. യുവജന കമ്മീഷൻ അധ്യക്ഷ കസേരയിൽ കയറിയിരുന്ന് വിവാദം. കൊല്ലം തങ്കശ്ശേരിയിലെ സ്വകാര്യ റിസോർട്ടിൽ താമസിച്ച് വിവാദം. അങ്ങനെ വിവാദങ്ങളുടെ പെരുമഴ. വാ തുറന്ന് വിവരക്കേട് പറയലാണ് ചേച്ചിയുടെ മെയിൻ പണി. അതുകൊണ്ട് പാർട്ടിക്കാർക്ക് തന്നെ പേടിയാണ് ചിന്താ ജെറോമിനെ. വിവരക്കേട് പറയുമെന്നേ ഉള്ളൂ. ആര്യ, ദിവ്യ ഈ സഖാത്തികളെ പോലെ അത്ര ഡേഞ്ചർ അല്ല. യുവജന കമ്മീഷൻ അധ്യക്ഷ കസേരയിൽ കയറിയിരുന്ന് ലക്ഷങ്ങളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ഒഴുകിയത്. എന്തിനായിരുന്നോ ചിന്തയെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കേരളത്തിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളിലും ചിന്ത ഇടപെട്ടിട്ടേയില്ല. പ്രഹസനത്തിന് വേണ്ടി വെറുതെ കുറെ സെമിനാറുകൾ, ചർച്ച ഇതൊക്കെ നടത്തലായിരുന്നു മെയിൻ പണി. പാർട്ടിക്കാരെ പിന്നെ കുറച്ചെടുത്ത് തള്ളിക്കയറ്റി. ചിന്ത യുവജന കമ്മീഷൻ കസേരയിൽ ഇരിക്കുന്ന കാലത്താണ് PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൽ മുട്ടിലിഴഞ്ഞു വരെ സമരം നടത്തിയത്. അവരുടെ പ്രശ്നം പോലും പരിഹരിക്കാൻ ഇടപെടാത്ത അധ്യക്ഷയായിരുന്നു യുവജന കമ്മീഷൻ കസേരയിൽ കയറിയിരുന്നത്. കൊല്ലത്തെ സീറ്റ് മോഹം ചിന്തേച്ചി കാലങ്ങളായി കൊണ്ടു നടക്കുന്നതല്ലാതെ പാർട്ടി അടുപ്പിക്കുന്നതേയില്ല. അങ്ങനെ കമ്പനികളെയെല്ലാം നേതാക്കന്മാർ മുളയിലെ നുള്ളിയിട്ടുണ്ട്. അങ്ങനെ നുള്ളിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ ഈ സഖാത്തികൾ തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് പ്രിയങ്കരായിട്ടുള്ള ഏതെങ്കിലും വനിതാ നേതാക്കൾ ഈ CPMലുണ്ടോ? ഈ PR വർക്കുകാർ തള്ളിമറിക്കുന്നതല്ലാതെ സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് പോലും ഈ സഖാത്തികളോട് അവമതിപ്പാണ്. അവരെ കണ്ടുകൂടാ. അതാണ് അവസ്ഥ. വീണ ജോർജിന് മാത്രമാണ് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു അവസരം കിട്ടിയത്. അത് വീണ്ടും സഭയെ ഒന്ന് പ്രീണിപ്പിക്കാൻ പിണറായി കൊടുത്ത സീറ്റാണ് എന്നുള്ള ഒരു വലിയ വിമർശനം ഇപ്പോൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏത് സ്ത്രീകളുടെ വിഷയത്തിലാണ് ഈ പറയുന്ന സഖാത്തികൾ ഇടപെട്ടിട്ടുള്ളത്? ആകെ ഇവർക്ക് പറയാനുള്ളത് ഒരു ശൈലജ ടീച്ചറിനെ മാത്രമാണ്. ശൈലജ ടീച്ചറിനെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ ബാക്കിയെല്ലാം മരവാഴകൾ എന്ന് പറയേണ്ടി വരും. കാരണം വകതിരിവ് ലെവലേശമില്ലാതെ വായിൽ വരുന്നത് വിളിച്ചുകൂവി നടക്കുന്ന കുറേ സഖാത്തികൾ. ഇവിടെ കേരളത്തിലെ സ്ത്രീകളുടെ ഏതൊക്കെ വിഷയത്തിലാണ് ഇവർ ഇടപെട്ടിട്ടുള്ളത്? തന്നെയും പിന്നെയും കടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കുറെ അതിജീവിതകളുടെ പിന്നാലെയാണ്. അതിജീവിതകളെ കോടതി തന്നെ അടിച്ചോടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോഴും ഈ അതിജീവിതകൾക്ക് വേണ്ടി മാത്രമാണ് നിന്ന് കരച്ചിൽ. പക്ഷേ ഗണേശന്റെ കുൽസിത പ്രവർത്തികൾ പുറത്തേക്ക് വന്നപ്പോൾ, ഗണേശൻ ഭാര്യയെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് മർദ്ദിച്ച വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടും ഈ പറയുന്ന ഏതെങ്കിലും ഒരു സഖാത്തികൾ എവിടെയെങ്കിലും 2 വാക്ക് പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിരുന്നോ? പോട്ടെ, മുകേഷിന്റെ വിഷയം വന്നു. എന്തെങ്കിലും ഒരു വാക്ക് ഇവർ വാ തുറന്ന് പറഞ്ഞോ? ശശി, PK ശശി, പിന്നെ ഈ പറയുന്ന വൈശാഖൻ തുടങ്ങി എത്രയോ സഖാക്കന്മാരുടെ ലൈംഗിക വൈകൃതങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നു. അവർ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പുറത്തേക്ക് വന്നു. ഏതെങ്കിലും വനിതാ നേതാക്കൾ 2 അക്ഷരം ഇവരുടെ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞിരുന്നു?